നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. അല്ല ശരിക്കും ചേച്ചി എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണോ പോകുന്നത്? അല്ല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുന്നല്ലേ? വേണ്ടാട്ടോ, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അതെനിക്കറിയില്ല, അതെന്റെ ഒരു കഴിവായിരിക്കാം. അല്ല മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാതെ. തമിഴിൽ വരെ പോയിട്ട് തമിഴിലെ ഇന്റർവ്യൂസ് ഇവിടെ ഹിറ്റാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലും. നിഖിലിച്ചിട്ട് കല്യാണമൊക്കെ ഇതുപോലെ സിമ്പിൾ ആയിരിക്കും, അതോ ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും? ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല രജിസ്റ്റർ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇതുപോലെ വല്ല രജിസ്റ്റർ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റും. നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതുപോലെ വല്ല രജിസ്റ്റർ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര, എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. എനിക്ക് ഭയങ്കര, എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. AC ഹോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന അത് ഭയങ്കരമായിട്ട് നമുക്ക്, എനിക്ക് കല്യാണത്തിൽ പോകാനും ഒക്കെ ഒരു മടിയുള്ള ഒരു കാര്യം അതാണ്. ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ഭയങ്കരമായിട്ട് സോഷ്യൽ ആൻസൈറ്റി പ്ലസ് ചൂട് അതെനിക്കുണ്ട്. ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.